ഒരു പുണ്യവതിയാകാൻ അതിയായി ആഗ്രഹിച്ച ഒരു സാധാരണ പെൺകുട്ടി മറ്റു പുണ്യവാന്മാരുമായി ഒത്തുനോക്കിയപ്പോൾ ആകാശം വരെ ഉയർന്നു നിൽക്കുന്ന പർവ്വതവും പതിക പാദങ്ങൾക്ക് കീഴിൽ അജ്ഞാതമായി കിടക്കുന്ന മണൽത്തരിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കി. എന്നാൽ സാധ്യമല്ലാത്ത ഒരാഗ്രഹവും നല്ല ദൈവം എന്നിൽ നിവേശിപ്പിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ യേശുവിൻ്റെ പക്കലേക്ക് ഉയരാൻ ഒരു ലിഫ്റ്റ് അവളും അങ്ങനെ കണ്ടുപിടിച്ചു. അതാണ് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ആധ്യാത്മിക ശിശുത്വം എന്ന അവളുടെ കുറുക്കുവഴി, അല്ലെങ്കിൽ ദ ലിറ്റിൽ വേ. ഒരു ശിശുതുല്യ മനോഭാവത്തോടെ ദൈവത്തെ സ്നേഹിച്ച് മാത്രം ജീവിച്ചാൽ നമുക്കും വിശുദ്ധിയിലെത്താമെന്ന സന്ദേശമാണ് അവൾ നമുക്ക് തരുന്നത്. ദൈവത്തെ ഒരു ശിശുതുല്യമായി സ്നേഹിച്ച് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയതുകൊണ്ടാകാം ഒരുപക്ഷെ വിശുദ്ധ 10-ാം പിയൂസ് പാപ്പ പോലും അവളെ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിശേഷിപ്പിച്ചത്. വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അവളുടെ ജീവിതം നമുക്കും ഒരു മാതൃകയാക്കാം. സാധ്യമല്ലാത്ത ഒരാഗ്രഹവും ദൈവം നമ്മിൽ തോന്നിപ്പിക്കില്ല എന്ന് നമുക്കും ഉറച്ച് വിശ്വസിക്കാം. ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ വിശ്വസ്തയോടെ പ്രവർത്തിച്ച് വിശുദ്ധിയിൽ എത്തിച്ചേരുവാനും മണൽത്തരിയോളം ചെറുതാണെന്ന എളിമയിൽ ജീവിക്കുവാനും ഉള്ള അനുഗ്രഹത്തിനായി വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങളാകുന്ന റോസാപുഷ്പങ്ങൾ നമ്മുടെ മേലും അവൾ ധാരാളമായി വർഷിക്കട്ടെ. കൊച്ചു പുണ്യങ്ങളാൽ ഈശോയെ സ്നേഹിച്ചു, കുറുക്കു വഴികളാൽ പറുദീസ പുൽകിയ തിരുമുഖത്തിൻ ചെറുപുഷ്പം നീ.